സംസാരിക്കാനുള്ള സാധനമാണോ ഈ മൈക്ക്? എന്തിനാ സ്റ്റേജ്? ആളുകൾ കാണാതെ സംസാരിക്കാനുള്ളതാണോ സ്റ്റേജ്? ആളുകൾക്ക് കാണും വിധം, കേൾക്കാൻ സാധിക്കും വിധം നൂറുകണക്കിന് ആളുകൾക്ക് കേൾക്കാനും കാണാനും പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രമാണബദ്ധമായി പണ്ഡിതന്മാർ പറയുന്നത് ഗ്രഹിക്കുവാനും സാധിക്കും വിധമുള്ള സംവിധാനമൊരുക്കാനാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആ വ്യവസ്ഥയിൽ അതിൽ രണ്ടാളുകളെ ചുമതലപ്പെടുത്തി. ഒന്ന് നമ്മുടെ ഈ ബത്തേരിക്കാരനായ അസീസ് മുസ്ലിയാരും രണ്ടാമത്തൊരു ബത്തേരിക്കാരൻ തന്നെയായ റഫീഖ് എന്ന വ്യക്തിയുമാണ്. രണ്ടാളുകൾ, ഒന്നാമത്തെ ആള് സുന്നിയാണ്, രണ്ടാമത്തെ ആള് മുജാഹിദാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സുന്നി മുജാഹിദ് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വളരെ നല്ല പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട്, സുന്നികളെ അപേക്ഷിച്ച് മുജാഹിദുകൾ വളരെ തുച്ഛമാണ്, പക്ഷേ അവർക്ക് അർഹമായതിലപ്പുറം പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ വ്യവസ്ഥയിൽ ഒപ്പിട്ടിരിക്കുന്നത്. 9 ഓരോ വിഭാഗത്തിനും ചോദ്യത്തിനും മറുപടിക്കും ഓരോ വിഭാഗത്തിനും അരമണിക്കൂർ വീതം അനുവദിക്കുന്ന സമയം 10, 11 to 11:30, 11:30 to 12, 12 to 12:30, 12:30 to 1, 1 to 1:20, 1:20 to 1:40. അവലോകനം ഒരു വിഭാഗം, മറുവിഭാഗം ഒരു വിഭാഗം 1:40 to 1:50, മറുവിഭാഗം 1:50 to 2. ഇങ്ങനെ വ്യവസ്ഥ എഴുതി. നറുക്കിടേണ്ടത് വിഷയാവതരണം, ചോദ്യാവസരം, അവലോകനം, ഈ 3 വിഷയങ്ങൾക്കും നറുക്കിടണം. അതിനുശേഷമാണ് സംബന്ധിച്ചവർ എന്ന് ഒപ്പിട്ടിരിക്കുന്നത്. മുജാഹിദുകൾ കാണത്വമുണ്ടെങ്കിൽ, നിങ്ങൾ സത്യസന്ധരാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ, ഇങ്ങനെ വ്യക്തമായി നിങ്ങൾ ഒപ്പിട്ട് രേഖപ്പെടുത്തിയ ഈ വ്യവസ്ഥയുടെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഈ സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നിങ്ങൾക്കിനി സാധിക്കുകയില്ല. നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ഇനി നിലനിൽപ്പുണ്ടാവുകയില്ല എന്നാണ് ഈ സംവാദത്തിന്റെ വ്യവസ്ഥയിൽ ഈ സംവാദത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചു പോയത് വ്യക്തമായി വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വ്യക്തമായി പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ആദർശം തെളിയിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ? ഉമ്മയുടെ മുലപ്പാല് കുടിച്ചവരുണ്ടോ? ഇല്ല എന്നത് നിങ്ങൾ തന്നെ സമ്മതിച്ചു എന്നാണ് ഇന്നത്തെ ഈ സംവാദത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടിയതിനർത്ഥം. ആകയാൽ ഇത്രയും വ്യക്തമായ വ്യവസ്ഥ, ഈ വ്യവസ്ഥയിൽ ഏത് വ്യവസ്ഥക്കാണ് വ്യക്തത വരാത്ത? ഏത് വ്യവസ്ഥയാണ് ഇതിലുള്ളത്? ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രയും വ്യക്തമായി വ്യവസ്ഥ എഴുതി. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, എന്നിട്ടും ഇവരെ കബളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വരുന്ന അവസരത്തിൽ ദാറുൽ ഫലാഹിൽ ഇസ്ലാമിയുടെ പ്രിൻസിപ്പൽ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ ഉസ്താദ് ഒരു ഹദീസ് ഓതി. എന്താ ഹദീസ്? അവസാന കാലഘട്ടത്തിൽ ദജ്ജാലുകളും കദ്ദാബുകളുമായ ഒരു വിഭാഗം ആളുകൾ പ്രത്യക്ഷപ്പെടും. അവർ നിങ്ങളെ പിഴപ്പിക്കുന്നത് നിങ്ങൾ കരുതിയിരിക്കണമെന്ന് അർത്ഥം വരുന്ന ഹദീസ്. ദജ്ജാലൂന കദ്ദാബൂൻ, ആളുകളെ കബളിപ്പിക്കുന്ന ആളുകൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പല വിധത്തിലും. അതുപോലെ തന്നെ കദ്ദാബൂൻ, അതിന് അബ്ദുറഹ്മാൻ ഉസ്താദിന്റെ ഭാഷയിൽ തന്നെ അർത്ഥം പറഞ്ഞാൽ പെരുങ്കള്ളന്മാർ. അബ്ദുറഹ്മാൻ ഉസ്താദ് പറഞ്ഞ അർത്ഥം വളരെ ശരിയാണ്. കദ്ദാബൂൻ, ചെറിയ കളവ് പറയുന്നവരെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത്. കദ്ദാബൂൻ, ധാരാളം കളവ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. ഇങ്ങനെ ആവർത്തിച്ച് കളവ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ വികലമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം, അവരെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്, ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നത്, പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം വന്നു, അസത്യം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അസത്യത്തിന് ഒരിക്കലും നിലനിൽപ്പില്ല, ബാത്തിലായ കാര്യത്തിന് നിലനിൽപ്പില്ല. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറാ. പരിശുദ്ധ ഖുർആൻ
അത് ബാഹ്യവും ആന്തരികവുമായ രോഗങ്ങൾക്ക്, സർവ്വവിധ വിദഗ്ധകൾക്കും ശമനമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്ന പ്രഗത്ഭരായ മഹാത്മാക്കളായ പണ്ഡിതന്മാരെ മുഴുവനും തള്ളിപ്പറഞ്ഞുകൊണ്ട്, സ്വയം മുജ്തഹിദ് ചമഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെയും വികലമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം പാവപ്പെട്ട സുന്നി മുസ്ലിങ്ങളെ മുഴുവനും മുശ്രിക്കുകളും കാഫിരീങ്ങളുമായി ചിത്രീകരിച്ചുകൊണ്ട് നാടുനീളെ പ്രസംഗിക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും അതിനുവേണ്ടി ധാരാളം പണം ചെലവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗം, അവരോട് വളരെ മാന്യമായ ഭാഷയിൽ പറയാനുള്ളത്, ഈ ഒരു മുശ്രിക്കാക്കൽ പ്രവണതയിൽ നിന്ന്, കാഫിറാക്കൽ പ്രവണതയിൽ നിന്ന് നിങ്ങൾ പിന്മാറിയേ പറ്റൂ. ഈ സമുദായത്തെ മുഴുവനും നിങ്ങൾ കാഫിറാക്കുകയും മുശ്രിക്കാക്കുകയും ചെയ്യുന്ന യാതൊരുവിധ മാന്യതയും കൂടാതെ ആവർത്തിച്ച് പാവപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അംഗീകരിക്കുന്ന, പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന പൂർവകാല പണ്ഡിതന്മാരെ പരിപൂർണമായി അംഗീകരിക്കുകയും അവരെ വളരെ വ്യക്തമായി ആ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സുന്നി മുസ്ലിങ്ങളെ മുഴുവനും മുശ്രിക്കുകളും കാഫിരീങ്ങളുമാക്കി നിങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. നാടുനീളെ നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ചെയ്തികൾ നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ശൈലി നിങ്ങൾ മാറ്റുകയും സുന്നി പ്രസ്ഥാനം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ, ആ ഇസ്തിഗാസ ശിർക്കാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് നല്ലൊരവസരമായിരുന്നു ഇത്. ഞാൻ ഇന്നലെ മമ്മൂട്ടി മൗലവിയെ വിളിച്ചു. അദ്ദേഹവുമായി സംസാരിച്ച ക്ലിപ്പ് എന്റെ കൈവശമുണ്ട്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. ഈ സംവാദം നടക്കണമെന്ന ആത്മാർത്ഥതയുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. പല പ്രാവശ്യങ്ങളിലായി വിളിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് നല്ല ഒരവസരമാണ്. നിങ്ങളുടെ കൈവശം പരിശുദ്ധ ഖുർആൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൈവശം നബി തങ്ങളുടെ ഹദീസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ ഹദീസുമായി വരൂ, നിങ്ങൾ ഖുർആനുമായി വരൂ. നമുക്ക് സുൽത്താൻ ബത്തേരിയിൽ വെച്ച് കാണാം. അതുകൊണ്ട് നിങ്ങൾ എഴുതി ഒപ്പിട്ട വ്യവസ്ഥ, ആ വ്യവസ്ഥ പ്രകാരം നമുക്ക് ചർച്ച നടക്കാം. നിങ്ങൾക്ക് സർവ്വവിധ സംരക്ഷണവും നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി മൗലവി ആവർത്തിച്ച് ഞാൻ ഫോണിൽ ബന്ധപ്പെട്ട് വിളിച്ചു. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് അനുകൂലമായ യാതൊരു പ്രതികരണവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആളുകളെ കബളിപ്പിക്കാൻ സംവാദത്തിന് തയ്യാറാണെന്ന് പറയും. പക്ഷേ തയ്യാറാണെന്ന് പറയുന്നത് എന്തിനാണ്? അവരുടെ കുഞ്ഞാടുകളായ ആളുകൾ അവരുടെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടി. ഇപ്പൊ വളരെ ശക്തമായ പ്രതിസന്ധിയാണ് അവർ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മടവൂര് വിഭാഗം ഇപ്പൊ വലിയ നാണക്കേടിലാണ്. കാരണം അവരുടെ പ്രവർത്തകർക്ക് മുന്നിൽ തന്നെ അവരുടെ നേതാക്കൾ സുന്നി പണ്ഡിതന്മാരുമായി സംവദിക്കാൻ അവരുടെ നേതാക്കൾക്ക് സാധിക്കുകയില്ലെന്ന് അവരുടെ അനുയായികൾക്ക് ബോധ്യപ്പെട്ട ഒരവസരമാണ് ഇത് എന്നത് അവർക്ക് വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി നാളെ മുതൽ മൗലവി വിഭാഗം ഇവരെ വെല്ലുവിളിക്കും. നിങ്ങൾ ബത്തേരിയിൽ നിന്ന് ഒളിച്ചോടിയില്ലെന്ന് ചോദിക്കും. അപ്പൊ രണ്ട് കൂട്ടരുടെ മുന്നിലും ചൂളിപ്പോയ നാണം കെട്ട് തലതാഴ്ത്തേണ്ടി വന്ന മുജാഹിദ് നേതാക്കളുടെ ദുർഗതിയെ ഓർത്തുകൊണ്ട് സഹതപിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കളുമെല്ലാം ഇവിടെ വളരെ സവിസ്തരം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ വിവരിക്കുവാനും സദസ്സിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും ഇവിടെ വളരെ താൽപര്യപൂർവ്വം കാത്തിരിക്കുകയാണ്. ഈ വന്നിട്ടുള്ള പണ്ഡിതന്മാർക്കും ഈ സദസ്സിൽ വന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തകർക്കും അതുപോലെ നിഷ്പക്ഷമതികളായ ആളുകൾക്കും മുജാഹിദ് പക്ഷത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും സ്വാഗതം പറയുക എന്ന ദൗത്യമാണ് ഞാൻ ഇവിടെ നിർവഹിക്കുന്നത്. വിഷയത്തിന്റെ ഭാഗങ്ങളിലേക്കും ഇസ്തിഗാസയുടെ വിവിധങ്ങളായ വശങ്ങളിലേക്കും അതിന്റെ തെളിവുകളിലേക്കും ഒന്നും ഈ പരിമിതമായ സമയത്ത് പ്രവേശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരവേള നമുക്ക് മുഖാമുഖ അവസരം ഇവിടെ വരാനിരിക്കുകയാണ്. ഞാൻ ഇവിടെ
എന്റെ ദൗത്യത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്കിവിടെ ഈ ധന്യമായ സദസ്സ് പ്രാർത്ഥന നടത്തി അനുഗ്രഹീതമാക്കി തന്ന ദാറുൽ ഫലാഹിൽ ഇസ്ലാമിയുടെ പ്രിൻസിപ്പൽ ബഹുവന്യരായ എം അബ്ദുറഹ്മാൻ ഉസ്താദ് വെണ്ണിയോട് ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ സമ്മേളനം വളരെ സന്തോഷകരമായ ഈ മുഹൂർത്തത്തിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്തുതരുന്നത് ജാമിയ മർക്കസ് സഖാഫത്ത് സുന്നിയ്യ, ആ മഹത്തായ സ്ഥാപനത്തിലെ മുദരിസ് കൂടിയായ ഉസ്താദ് അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ അവർകൾ ഉദ്ഘാടനം ചെയ്യും. ബഹുമാന്യരായ അബ്ദുൽ അസീസ് സഖാഫി ഉസ്താദിന് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. ജാമിയ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സമ്മേളനം ജനുവരി 7, 8, 9 തീയതികളിൽ നടക്കുന്നു. ആ സമ്മേളനത്തിൽ നിങ്ങളെ എല്ലാവരുടെയും സാന്നിധ്യം ക്ഷണിക്കുകയാണ്. അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി എല്ലാ പ്രവർത്തകരും മുന്നോട്ടു പോകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. മുഖ്യപ്രഭാഷണം നടത്തുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ എല്ലാ വേദികളിലും മുട്ടുകുത്തിച്ചുകൊണ്ട് സുന്നി പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾ സമർത്ഥിക്കുന്ന ബഹുവന്യരായ എന്റെ ആത്മസ്നേഹിതൻ നൗഷാദ് അഹ്സനി ഒതുക്കുങ്ങൽ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, മഹാനവർകൾക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട KS മുഹമ്മദ് സഖാഫി, അദ്ദേഹം മുൻകൈയെടുത്തുകൊണ്ടാണ് വാസ്തവത്തിൽ ഇത്തരം ഒരു സംവാദവേദി സംഘടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം തീർച്ചയായും പ്രശംസിക്കപ്പെടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട KS മുഹമ്മദ് സഖാഫി അവർകൾക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ വേദിയിൽ വന്നിട്ടൊന്നുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുന്നു. അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ അവൻ പൊരുത്തപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, പ്രസ്ഥാന ബന്ധുക്കൾ തുടങ്ങി എല്ലാവരുടെയും ഖബറടം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോടൊന്നിച്ച് അവരെയും നമ്മെയും അല്ലാഹു അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള ഒരു വാദപ്രതിവാദമാണ് ഇന്ന് ഇവിടെ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ നേരത്തെ സ്വാഗത പ്രസംഗത്തിലും അതിന്റെ മുമ്പും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അവർ വന്നില്ല. അതുകൊണ്ട് നാം ഇവിടെ ഒരു മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സദസ്സിൽ നിന്ന് സംശയമുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കി അത് അംഗീകരിക്കുവാനും
അസത്യം അസത്യമായി മനസ്സിലാക്കി വർജിക്കുവാനും നമുക്കും ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മുടെ സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കപടവിശ്വാസികളുടെ അടയാളമായി 3 അടയാളങ്ങൾ പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, ആയത്തുൽ മുനാഫിഖി സലാസുൻ, കപടവിശ്വാസിയുടെ അടയാളങ്ങൾ 3 ഒന്ന് ഇദാ ഹദ്ദസ കദബ, പറഞ്ഞാൽ കളവ് മാത്രമേ പറയുകയുള്ളൂ. രണ്ടാമത്തേത് വൈദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കും. മൂന്നാമത്തേത് വൈദ ഉത്തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. ഈ 3 അടയാളങ്ങളും യഥാർത്ഥത്തിൽ പുത്തൻ പ്രസ്ഥാനക്കാരിൽ ഒത്തിണങ്ങിയതായി നമുക്ക് കാണാവുന്നതാണ്. അതിന്റെ ഭാഗമാണ് ഇന്ന് അവർ ഇവിടെ വാഗ്ദത്തം ലംഘിച്ചതിനെ നമുക്കതിന്റെ ഭാഗമായി കാണാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ അഹ്സനി ഉസ്താദിനോട് പറഞ്ഞു, ഇത് കുട്ടികളില്ലാതെ പെറ്റുകിടന്ന മാതിരിയായി. കുട്ടികളില്ലാതെ പെറ്റുകിടന്നാലും 40 ദിവസം കിടക്കല്ലോ, അതുപോലെയായി എന്ന് നേരത്തെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് സഹോദരന്മാരെ, നീട്ടി സംസാരിക്കുന്നില്ല. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത വിഷയം ഇസ്തിഗാസയാണ്. എന്താണ് ഈ വിഷയം എന്ന് ചുരുങ്ങിയ നിലക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ്. എങ്കിലും ഇതുപോലുള്ള സംരംഭങ്ങൾ വീണ്ടും നമ്മുടെ ആശയങ്ങൾ പഠിക്കാനും ഉറപ്പിക്കാനും ഒരു ഉന്മേഷമുണ്ടാകാനുമൊക്കെ ഇത്തരം പരിപാടികൾ ഉപകാരപ്രദമാണ് എന്ന് മനസ്സിലാക്കി എന്താണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയം. ധാരാളം കാലമായി സുന്നികളും മുജാഹിദുകളും വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇസ്തിഗാസ. എന്താണ് ഇസ്തിഗാസ? ഇത് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് പോലെ അസംഭവ്യമായ, ലോകത്ത് നടക്കാത്ത അല്ലെങ്കിൽ നടക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണോ? ഒരിക്കലും അല്ല. വിശുദ്ധ ഖുർആനും പ്രബലമായ ധാരാളം ഹദീസുകളും ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ മുഴുവനും അംഗീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാശയമാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഇതിന് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് 3 വിഷയങ്ങളാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ് മനുഷ്യരായ നമ്മളെല്ലാവരും. മനുഷ്യരായ എല്ലാവരും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ എന്നതിൽ അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്, അതുപോലെ തന്നെ വിശ്വസിച്ചവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. ഇങ്ങനെ ഉൾക്കൊള്ളുന്ന ഈ മനുഷ്യരായ സമൂഹം, മറ്റുള്ളവരും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികൾ തന്നെയാണ്. പക്ഷേ മനുഷ്യരുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ആര് എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കഴിവുകൊണ്ട് മാത്രമാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നല്ലാതെ യാതൊരു സഹായവും ഇല്ല. വ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാ കഴിവുകളും അള്ളാഹുവിന് ഉള്ളതാണ്. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന കഴിവും യുക്തിയും ശക്തിയുമല്ലാതെ യാതൊന്നും ഇവിടെ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടികളെ സഹായിക്കുന്നത് നേർക്കുനേരെ സഹായിക്കുക എന്നതല്ല അള്ളാഹുവിന്റെ സംവിധാനം. സൃഷ്ടികളെ സൃഷ്ടികൾ മുഖേന സഹായിക്കുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്ന സംവിധാനം. അതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് നാം മുസബ്ബിബുൽ അസ്ബാബ്, കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു തആല സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ചില മേഖലകളിൽ മലക്കുകൾ പ്രവർത്തിക്കുന്നു, മറ്റു ചില മേഖലകളിൽ മനുഷ്യന്മാര് സാധാരണക്കാര് പ്രവർത്തിക്കുന്നു, മറ്റു ചില മേഖലകളിൽ അമ്പിയാക്കളും ഔലിയാക്കളും പ്രവർത്തിക്കുന്നു. അപ്പോൾ മലക്കുകൾ നമ്മെ സഹായിച്ചാലും അമ്പിയാക്കൾ ഔലിയാക്കൾ സഹായിച്ചാലും സാധാരണക്കാര് സഹായിച്ചാലുമൊക്കെ ആ സഹായം നമുക്ക് നൽകിയവൻ അല്ലാഹുവാണ്. ഇവർ ചില കാരണക്കാര്, മധ്യവർത്തികൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരിൽ നിന്ന് ഒരാളിൽ നിന്ന് നമുക്ക്, ഉദാഹരണമായി പറഞ്ഞാൽ നമുക്ക് 1,00,000 രൂപ ആവശ്യം ഉണ്ട്. ഈ 1,00,000 രൂപ നമുക്ക് ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പണക്കാരനെ ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദിക്കുക, അതോടൊപ്പം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പടച്ചവനെ, എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് നീ നിറവേറ്റി തരണം എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് മാത്രം ഇരുന്നത് കൊണ്ട് 1,00,000 രൂപ നമുക്ക് കിട്ടില്ല.
അത് കിട്ടണമെങ്കിൽ അല്ലാഹു തആല നിർദ്ദേശിച്ച നിർദ്ദേശമാണ്, നിങ്ങൾ പണമുള്ള ഒരാളെ സമീപിച്ച് അദ്ദേഹത്തോട് ചോദിക്കണം. അപ്പോൾ അദ്ദേഹം നാം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് തരാനുള്ള മനസ്സ്, അതിനുള്ള സന്മനസ്സൊക്കെ നൽകാൻ അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുകയും വേണം. അപ്പൊ നമുക്ക് 1,00,000 രൂപ കിട്ടണമെങ്കിൽ അതിന് അള്ളാഹു നിശ്ചയിച്ച മാർഗം സമ്പന്നരോട് ചോദിക്കുക എന്നതാണ്. അപ്പോൾ ഒരാൾ നമുക്ക് 1,00,000 രൂപ നൽകിയാൽ നാം അവിടെ ഹംദ് പറയുന്നു, സ്തുതി പറയുന്നു. അത് ഈ ഹാജിയർക്കല്ല പറയുന്നത്, അൽഹംദുലിൽ ഹാജ് എന്നല്ല നമ്മൾ പറയുന്നത്, അൽഹംദുലില്ലാ എന്നാണ്. എന്താണ് അവിടെ ഇയാൾ 1,00,000 തന്നെ അൽഹംദുലില്ലാ അള്ളാഹ്ക്ക് സ്തുതി പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ യഥാർത്ഥത്തിൽ ഈ സഹായം അള്ളാഹുവിൽ നിന്ന് ലഭിച്ചത് തന്നെയാണ്. അപ്പോൾ ഇത് സാധാരണ നിലക്കുള്ള ഒരു കാരണമാണ്, ഒരു സഹായമാണ്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അസാധാരണമായ നിലക്ക് മനുഷ്യരെ സഹായിക്കുന്നു. അതാണ് മുഅ്ജിസത്തിലൂടെ അമ്പിയാക്കൾ നൽകുന്ന സഹായം, കറാമത്തിലൂടെ ഔലിയാക്കൾ നൽകുന്ന സഹായം. അപ്പൊ 1,00,000 രൂപ ഈ ഹാജിയാരോട് ചോദിച്ചാൽ 1,00,000 രൂപ ഈ ഹാജി നമുക്ക് തന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാളൊരു ദൈവമാണെന്ന് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. അതേപോലെ തന്നെ മുഅ്ജിസത്തിലൂടെ അമ്പിയാക്കൾ സഹായിച്ചത് കൊണ്ടോ കറാമത്തിലൂടെ ഔലിയാക്കൾ സഹായിച്ചത് കൊണ്ടോ അവരും ദൈവമാണെന്ന് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഹാജിയാരോട് 1,00,000 രൂപ ചോദിക്കൽ ശിർക്കാകുന്നില്ല എന്ന പോലെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുമ്പോൾ അതും ശിർക്കാകുന്നില്ല. ഇതാണ് നമ്മുടെ വാദം. ഈ വാദം വളരെ വ്യക്തമാണ്. വിശുദ്ധ ഖുർആനിൽ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ച ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, അദ്ദേഹം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജീവികളെയും അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്ത ഒരു വലിയ അധികാരം നൽകിയ ഒരു മഹാനായ പ്രവാചകനാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുയായികളിൽപ്പെട്ട, അദ്ദേഹത്തിന്റെ മന്ത്രിമാരിൽപ്പെട്ട ആസഫുബ്നു ബർഖയ എന്ന് പറയുന്ന ഒരു വലിയനോട് കറാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായം ചോദിച്ചതായി വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത് കാണാം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, യാ അയ്യുഹൽ മലഉ, ഏ സമൂഹമേ, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ, ആ ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം നിങ്ങളിൽ നിന്ന് ആരാണ് എനിക്ക് കൊണ്ടുവന്ന് തരിക? ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളായി ഇവിടെ എത്തുന്നതിന്റെ മുമ്പ്. എന്ന് പറഞ്ഞാൽ 300-ലധികം കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വലിയ കൊട്ടാരത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ച ഒരു സിംഹാസനം ആര് കൊണ്ടുവന്നു വരും എന്നാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നത്. ഇത് സാധാരണ നിലക്ക് ചെയ്യാവുന്ന ഒരു സഹായം അല്ല. ആ സമയത്ത് ജിന്നുകളിൽപ്പെട്ട ഒരു ഇഫ്രീത്ത് മല്ലൻ പറഞ്ഞു, നിങ്ങൾ ഓഫീസിൽ വന്നിരുന്ന് അവിടെ നിന്ന് എണീറ്റ് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കൊണ്ടുവന്നു തരാം. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, പോരാ, അതിന്റെ മുമ്പ് ആ സിംഹാസനം ഇവിടെ എത്തേണ്ടതുണ്ട്. ആ സമയത്ത് കാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, വിജ്ഞാന ഗ്രന്ഥത്തിൽ നിന്ന് ഇൽമു ലഭിച്ച ഒരു പണ്ഡിതൻ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ യർസദ്ദ ഇലൈക തുർഫുക്, നിങ്ങളൊന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് 300-ലധികം കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് ധാരാളം പട്ടാളക്കാർ പാറാവ് നിൽക്കുന്ന വലിയ കൊട്ടാരത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ച ആ സിംഹാസനം ഞാൻ കൊണ്ടുവന്നു തരാം എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അത് കൊണ്ടുവന്നു തന്നു. കൊണ്ടുവന്ന സമയത്ത് അവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താ? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹു എനിക്ക് ഈ വലിയിലൂടെ നൽകിയ സഹായമാണ്. അതാണ് ഒരാൾ 1,00,000 രൂപ തന്നാൽ നാം അൽഹംദുലില്ലാ പറയുന്നത് പോലെ ഈ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ആസഫുബ്നു ബർഖയ എന്ന് പറയുന്ന വലിയ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഈ സഹായം നൽകിയപ്പോൾ അവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാമും പറഞ്ഞത് ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്നാണ്. അപ്പോൾ സഹോദരന്മാരെ, ഈ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുക, കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുക എന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ വളരെ വ്യക്തമായി നമുക്ക് തെളിയിക്കാവുന്ന ഒരു വിഷയം ആണ്. ഇനി ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം, ഇനി മരണപ്പെട്ട ശേഷം അവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അത് അമ്പിയാക്കളുടെ മുഅ്ജിസത്തും ഔലിയാക്കളുടെ കറാമത്തും മരണം കൊണ്ട് മുറിയുന്നതല്ല. അതുകൊണ്ട് മരണശേഷവും അവർക്ക് സഹായിക്കാൻ കഴിയുമെന്ന് മഹാനായ 10-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായി വഹാബി പ്രസ്ഥാനം പോലും പരിചയപ്പെടുത്തുന്ന മഹാനായ ഇമാം റംദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്രയിൽ അദ്ദേഹത്തിന്റെ ഫതാവയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹത്തോടൊരു ചോദ്യം,
എന്താണ് ചോദ്യം? സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ പ്രയാസങ്ങൾ നേരിടുമ്പോൾ യാ ശൈഖ് മുഹിയുദ്ദീൻ, യാ ശൈഖ് റിഫായി, യാ റസൂലല്ലാഹ് എന്ന് തുടങ്ങി ഇങ്ങനെ അമ്പിയാക്കളോടും മൗലിയാക്കളോടും സഹായം ചോദിക്കുന്ന ഒരു പതിവുണ്ട്. ഇത് അനുവദനീയമാണോ അല്ലേ? ചോദ്യം ഒന്ന്. രണ്ടാമത്തേത്, അങ്ങനെ സഹായം ചോദിച്ചാൽ അവർക്ക് സഹായിക്കാൻ കഴിയുമോ ഇല്ലേ എന്നിങ്ങനെ രണ്ട് വിഷയങ്ങൾ മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച സമയത്ത് മഹാനവർകൾ പറഞ്ഞ മറുപടി, അമ്പിയാക്കളോടും മൗലിയാക്കളോടും സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്ന് മാത്രമല്ല, വലിർറുസുലി വല്ലംബിയായി വൽ ഉലമായി വസ്സാലിഹീന ഇഗാസത്തുൻ, അവർക്ക് സഹായിക്കാൻ കഴിയും. ജീവിതകാലത്തെന്ന് മാത്രമല്ല, ബഅദ മൗതിഹിം, മരണശേഷവും അവർക്ക് സഹായിക്കാൻ കഴിയും എന്ന് പറഞ്ഞു മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു അതിന് തെളിവായിട്ട് പറയുന്നത്, ലിയന്ന മുഅ്ജിസത്തൽ അംബിയായി വകറാമാത്തിൽ ഔലിയായി ലാ തൻഖതിഉ ബിമൗതിഹിം, അംബിയാക്കളുടെ മുഅ്ജിസത്തും ഔലിയാക്കൾ കറാമത്തും അവരുടെ മരണം കൊണ്ട് മുറിയുന്നതല്ല. അതുകൊണ്ട് ജീവിതകാലത്തിൽ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കാൻ കഴിയും എന്ന പോലെ വഫാത്തിന് ശേഷവും മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അംബിയാ ഔലിയാക്കൾക്ക് സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് അവരോട് സഹായം ചോദിക്കാവുന്നതാണ് എന്ന് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു ഇന്നത്തെ പുത്തൻ പ്രസ്ഥാനക്കാരായ മൗലവിയേക്കാൾ എത്രയോ 10 മടങ്ങ് ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ എന്ന് മാത്രമല്ല 10ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായി പുത്തൻ പ്രസ്ഥാനക്കാര് തന്നെ കെ.എം. മൗലവിയുടെ സ്മാരക ഗ്രന്ഥം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഇമാം റംലി റളിയല്ലാഹു അൻഹു 10ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. അങ്ങനത്തെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി, സഹോദരന്മാരെ, ഇത് അനുവദനീയമാണ്, അങ്ങനെ ചോദിക്കാവുന്നതാണ്, ചോദിച്ചാൽ അവർക്ക് സഹായം ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കെ ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവും നിലനിൽക്കുന്നില്ല. പിന്നെ ഈ ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആശയം ലോകത്ത് ആദ്യമായി അവതരിപ്പിച്ചത് 7ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അത് അവതരിപ്പിച്ചതിന്റെ പേരിൽ സഹോദരന്മാരെ, മഹാനായ ഇമാം സുബ്കി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതായിട്ട് കാണാം, പണ്ഡിത ലോകത്ത് അവഗണിക്കപ്പെടുന്ന വ്യക്തിയായി അദ്ദേഹം മാറിപ്പോയി എന്ന് മാത്രമല്ല, സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയുടെ കർത്താവായ ലക്ഷക്കണക്ക് ഹദീസുകൾ മനഃപ്പാടമുള്ള ഫഖീഹും മുഹദ്ദിസുമായ മഹാനായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അദ്ദുററുൽ കാമിന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, വമിൻഹും മൻ നസബഹു ഇല സന്ദഖ, ഈ പണ്ഡിത ലോകം, പണ്ഡിതന്മാരിൽ നിന്ന് പലരും ഇബ്നു തൈമിയ്യയെ മതനിഷേധിയായിട്ടാണ് കാണുന്നത്. അദ്ദേഹം മതത്തിനെ നിഷേധിക്കുന്ന ആളാണ്. എന്തുകൊണ്ട്? ലിഖൗലിഹി, അദ്ദേഹം പറഞ്ഞതുകൊണ്ട്, ഇന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസ്തഗാസു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താൻ പാടില്ല, സഹായം തേടാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിത ലോകം അദ്ദേഹത്തെ മതനിഷേധിയായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, ആ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വം അവഗണിക്കലാണ്, നബിയെ തരംതാഴ്ത്തലാണ്, നബിയുടെ സ്ഥാനം ഇടിച്ചുതാഴ്ത്തലാണ്. അതുകൊണ്ട് ഇസ്തിഗാസ പാടില്ല എന്ന ആശയം തന്നെ മതനിഷേധമാണെന്നാണ് പണ്ഡിതന്മാരിൽ നിന്ന് പലരും പറഞ്ഞത്. അത് മനസ്സിലാകാൻ വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു പള്ളി ആവശ്യമായി വന്നു. ഈ സമയത്ത് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നാട്ടിലുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് മുസ്ലിം ലീഗുകാരായിരിക്കുന്ന കുറച്ച് ആളുകൾ പറഞ്ഞു, നമുക്ക് ഈ പള്ളിക്ക് വേണ്ടി ശിഹാബ് തങ്ങളെ ഒന്ന് സമീപിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ശിഹാബ് തങ്ങൾ പറയുന്ന പള്ളി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഈ ആൾക്ക് മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് കിട്ടുമോ? ഈ ആളെ മുസ്ലിം ലീഗുകാർ അംഗീകരിക്കുമോ? ഞാൻ ഉദാഹരണം പറയാണ്, രാഷ്ട്രീയം പറയല്ല. അതുപോലെ തന്നെ SYSന്റെ SSFന്റെ ആളുകൾ പറഞ്ഞു, നമുക്ക് പള്ളിക്ക് വേണ്ടി ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ ഒന്ന് സമീപിക്കാം. അപ്പൊ SSFൽ മെമ്പർഷിപ്പ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ SYSൽ മെമ്പർഷിപ്പ് ഉള്ള ആളാണെന്ന് പറയും. അങ്ങനത്തെ ഒരാൾ പറയണേ കാന്തപുരം ഉസ്താദിന്റെ പള്ളി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അയാള് SSFലോ SYSലോ അയാൾക്ക് മെമ്പർഷിപ്പ് കിട്ടൂല. കാരണം ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നേതാക്കന്മാരെ ആദരിക്കുക, അവരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കുക, അവരെ ബഹുമാനിക്കുക എന്നത് ആ പ്രസ്ഥാനത്തിന്റെ അനുയായികളുടെ ബാധ്യതയാണ്.
അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞത് നബി ഒരു കേവല സാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ യാതൊന്നുമില്ല എന്ന് പറഞ്ഞ് നബിയുടെ അസാധാരണത്വത്തെ നിഷേധിക്കലാണ്. നബിയുടെ അസാധാരണത്വം നിഷേധിക്കുക എന്നത് മതനിഷേധമാണ്. അതുകൊണ്ടാണ് ഇസ്തിഗാസ പാടില്ല എന്ന് പറഞ്ഞത് മതനിഷേധമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലേക്ക് കടന്നാൽ, സ്വഹീഹായ ഹദീസുകളിലേക്ക് കടന്നാൽ, പണ്ഡിത പ്രസ്താവനകളിലേക്ക് കടന്നാൽ ഇസ്തിഗാസ അനുവദനീയമാണെന്ന് മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ മുഴുവനും ഇസ്തിഗാസ നടത്തിയവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. ഇനി വിശദമായി അഹ്സനി ഉസ്താദ് നിങ്ങളോട് സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നമുക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി മഗ്‌രിബിന് ശേഷവും കൂടെ പരിപാടി ഉള്ളതുകൊണ്ട് കൂടുതൽ ഈ പരിപാടി നീട്ടിക്കൊണ്ടുപോകുന്നുമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കർമ്മോത്സുകരായ പ്രവർത്തകർ, വിശാലമായ ഒരു പ്രഭാഷണത്തിലേക്ക് നീങ്ങുന്നില്ല. അതിന്റെ അവസരവും അല്ല. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ ആദ്യം മുതൽ ഇവിടെ ഇതിന് സാക്ഷിയായ ബഹുമാനപ്പെട്ട KS ഉസ്താദിന്റെ അവലോകന പ്രസംഗവും അതുപോലെ ചോദ്യോത്തരത്തിനുള്ള വേദിയുമൊക്കെ ഇവിടെ വരാനുണ്ട്. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിയോടെ നമ്മുടെ ബത്തേരിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ പോന്ന് സംവാദത്തിന് സമയം വൈകണ്ട എന്ന് കരുതിയാണ് നേരത്തെ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഈ മടവൂർ വിഭാഗത്തെ ഞങ്ങൾ കൊണ്ടോട്ടിയിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു. നിങ്ങൾ പലപ്പോഴും ആ സംവാദം കണ്ടിട്ടില്ലെങ്കിൽ ഇനി ഇൻഷാ അല്ലാഹ് അതൊന്ന് കണ്ടാൽ എന്തുകൊണ്ടാണ് മുജാഹിദ് വിഭാഗത്തിലെ മടവൂരികൾ സംവാദത്തിന് വരാത്തത് എന്ന് മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളമാണ്. അന്ന് മുതഅല്ലിമീങ്ങളായ ഞങ്ങളൊരു ഭാഗത്ത് വന്നപ്പോ മറുപക്ഷത്ത് മടവൂരികളുടെയും മുജാഹിദുകളുടെയും എന്നത്തെയും നേതാവായ അബ്ദുസ്സലാം സുല്ലബിയും അതുപോലെ തന്നെ കരിമ്പിലാക്കൽ ലത്തീഫ് മൗലവിയും അലിമദനിയും ഒക്കെ സജീവമായി പങ്കെടുത്തു. പക്ഷേ ആദർശ പാപ്പരത്വത്തിന്റെ അങ്ങേയറ്റത്തിലെത്തിയ മൗലവിമാർ കൂടുതൽ സമയം നീട്ടിക്കൊണ്ടുപോവാതെ പരാജയപ്പെടുന്ന ദയനീയ രംഗമായിരുന്നു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ വാദപ്രതിവാദങ്ങൾ നടന്നു. ആലുവയിലും അതുപോലെ മഞ്ചേശ്വരത്തും വെടമുട്ടത്തും എറണാകുളത്തുമൊക്കെ. ഇതിലൊന്നും നമ്മളെ മടവൂരികളെ കണ്ടില്ല. അപ്പൊ അൽഹംദുലില്ലാഹ് മടവൂരികൾ നമ്മുടെ ബത്തേരിയിലെങ്കിലും വരും എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ ചരിത്രത്തിന്റെ ആവർത്തനം സംഭവിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉസ്താദുമാര് തന്നെയാണ് നമുക്കെപ്പോഴും തണൽ. നേരത്തെ ഹുസൈൻ മടവൂരുമായി സുഹൃത്ത് രാമന്തലി സംസാരിച്ചപ്പോ അയാളത് അറിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. എങ്ങനെ അറിയാനാണ്? നേതൃത്വവും അനുയായികളും തമ്മിൽ വല്ല ബന്ധവും വേണ്ടേ? ഞങ്ങളെങ്ങനെയല്ല. ഇന്നലെ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ വന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെയും ഒക്കെ ആശീർവാദവും ദുആവും ഞങ്ങൾ നേടിയെടുത്തതിന്റെ ശേഷമാണ് ബത്തേരിയിലേക്ക് പുറപ്പെട്ടത് എന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങൾ പറയുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നേതൃത്വവും ഞങ്ങളുടെ ഉസ്താദുമാര് തന്നെയാണ് ഞങ്ങളുടെ ജീവനേക്കാൾ നിങ്ങൾ സ്നേഹിക്കുന്നത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കുന്നത് നല്ലതാണ്. സലാം സുല്ലമിയോട് ഇന്നലെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ സംവാദത്തിന് വരൂ. അയാൾ ചോദിച്ചു, അതിന് എന്നെ ആരെങ്കിലും വിളിക്കണ്ടേന്നാ.
ആരെങ്കിലും ഒരാൾ വിളിക്കണ്ടേ ഞാൻ വരാന്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ രാമതിൽ എന്നെ വിളിച്ച്, എന്നാ നിങ്ങള് മമ്മൂട്ടി മുസ്ലിയാർക്കൊന്ന് വിളിച്ചു നോക്ക്. അപ്പൊ ഇയാള് പറയാം, എന്നെ കൊച്ചാക്കി കാണിക്കുന്നവർക്ക് ഞാൻ എന്തിനാ വിളിക്കുന്നത്? അത് ശരിയാണ്, ഒരു വലിയ നേതാവാണല്ലോ. അപ്പൊ നിങ്ങളുടെ നേതൃത്വവും നിങ്ങളുടെ അനുയായികളും എഴുത്തൊക്കെ ജോറായി നടക്കുമെന്നല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് വ്യക്തമാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ വയനാട്ടിൽ പണ്ടൊരു സമ്മേളനം നടത്തിയിരുന്നു മുജാഹിദുകൾ. അൽ-ഇസ്ലാം പനമരത്തൊരു സമ്മേളനം നടത്തിയോർമ്മ, മടവൂരികൾ പനമരത്ത് സമ്മേളനം. അങ്ങനെയാണ് മുജാഹിദുകൾ ചുരങ്കാരി എന്നൊക്കെ അപ്പുറത്തെ ആളുകൾ പറഞ്ഞു, എനിക്കറിയില്ല. അന്ന് വലിയ കാര്യത്തിൽ ഇങ്ങനെ എഴുതി സലാം സുല്ലമിയുടെ നേതൃത്വത്തിൽ സമ്മേളന പതിപ്പ് പ്രസിദ്ധീകരിച്ചതാണ് അൽ-ഇസ്ലാഹി. ഇതിൽ കാണാം, ഇസ്ലാം നീതിക്ക് നന്മക്ക് എന്ന മഹത്തരവും പ്രശസ്തവുമായ പ്രമേയമായി 7ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം പനമരത്തിന്റെ ഹൃദയത്തിൽ സമാപിക്കുമ്പോൾ തെളിച്ചമുള്ള ഓർമ്മയായി പടരുന്ന അഗ്നിയായി ആദർശത്തെ നെഞ്ചിലേറ്റാൻ ആയിരങ്ങൾ ഉയർന്നു വരുമെന്നതിന് ചരിത്രം സാക്ഷി. വിപ്ലവത്തിനും പ്രതിഷേധത്തിനും ചെറുത്തുനിൽപ്പിനും എന്നും വളക്കൂറുള്ള മണ്ണായ വയനാട്ടിൽ മാനവമോചനം യാഥാർത്ഥ്യമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ് പനമരത്ത് സമ്മേളനം നടത്തിയിട്ട് ഇതിൽ പ്രധാനമായൊരു ലേഖനം. എന്താ ലേഖനം? കോട്ടക്കൽ സുന്നി മുജാഹിദ് സംവാദം. പനമരം സമ്മേളനത്തിൽ ഇങ്ങനെ കോട്ടക്കൽ സംവാദത്തെക്കുറിച്ച് ലേഖനം. കോട്ടക്കലിൽ സമ്മേളനം നടത്തിയത് സംവാദം നടത്തിയത് മുത്തഅല്ലിമീങ്ങളായ ഞങ്ങളും ഔദ്യോഗിക വിഭാഗമെന്ന് അവകാശപ്പെടുന്ന കായക്കൊടിയും കൂട്ടരുമാണ്. പക്ഷേ ഇതിന്റെ മുൻ ഫ്രണ്ടിൽ തന്നെ കാണാം സുന്നി മുജാഹിദ് സംവാദം, കോട്ടക്കൽ സംവാദം. അപ്പൊ ഞാനതിങ്ങനെ വായിച്ചു നോക്കുമ്പോ ഇയാൾ പറയുന്നത്, ഞാൻ ഇതിന്റെ തുടക്കം തന്നെ വായിച്ചു തരാം. എഴുതുന്നത് നമ്മളെ വലിയ മുഹദ്ദീസ് തന്നെയാണ്. നേരത്തെ രാമന്തി പറഞ്ഞല്ലോ മുഹദ്ദീസ് എന്നയാളെ പറയാൻ പറ്റും, അതുകൊണ്ട് മുഹദ്ദീസ് എന്ന് പറഞ്ഞതാണ്, അത് പുതിയൊരു പേരൊന്നല്ല. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് ഞാനൊന്ന് വായിച്ചു തരാം. സലാം സുല്ലമി തന്നെയാണ് എഴുതുന്നത്, കേട്ടോളൂ. മരണപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് സഹായം തേടൽ അനുവദനീയമാണെന്നതിന്, അവിടെ അനുവദനീയാണ് കേട്ടോ. നമ്മളെ ഈ മടവൂരികൾക്ക് ശിർക്കല്ല എന്ന് പറയാൻ പേടിയുണ്ടെന്നാ തോന്നുന്നത്. സലാം സുല്ലമി എങ്ങനെയാ എഴുതിയത്? എന്താ പറഞ്ഞതറിയോ? അനുവദനീയമാണെന്നതിന് കുബൂരികൾ പുതിയൊരു ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് കോട്ടക്കലിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ എന്നൊരായത്തോടിയല്ലോ. പുതിയ ആയത്ത് എന്ന് പറഞ്ഞൊരു സംഭവമല്ല, മുജാഹിദ് കാണാത്തതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ആയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖുർആനിലുള്ളതല്ലേ. എന്നിട്ട് പറയാണ്, ഇരിക്കട്ടെ, അങ്ങനെ എത്ര ആയത്തോടെ ഓതാനുണ്ടായിരുന്നു, നിങ്ങൾ വരണ്ടേ അപ്പയല്ലേ ആയത്തുകളുടെയും ഹദീസുകളുടെയും ഘോഷയാത്ര. പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞോ? എന്നിട്ട് കേട്ടോ, ഇയാൾ പറയാണ്, പിളർപ്പന്മാർക്ക്, അതായത് ഔദ്യോഗിക വിഭാഗ മുജാഹിദിന്, നമ്മളെ കായക്കൊടി ടീമിന്, AP അബ്ദുൽ ഖാദർ മൗലവിന്റെ ടീമിന് മുസ്ലിയാക്കന്മാരുടെ ദുർവ്യാഖ്യാനത്തിന് ശരിയായ മറുപടി നൽകാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, തൗഹീദിനെ നശിപ്പിക്കാൻ പുരോഹിതന്മാർക്ക് വളരെ വേഗം സാധിക്കുന്ന മറുപടിയാണ് സംവാദത്തിന്റെ സന്ദർഭത്തിൽ നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് കോട്ടക്കൽ സംവാദത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് സംവാദനത്തിലെത്തിയവർ തോറ്റു തൊപ്പിയിട്ടു എന്ന് പനമരത്തിൽ ലേഖനം എഴുതിയ മൗലവി. പക്ഷേ ഞാൻ ഈ ലേഖനം വായിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്നത്, ഔദ്യോഗിക വിഭാഗം തോറ്റു തൊപ്പിയിട്ടു എന്ന് പറയുന്ന നിങ്ങൾ ഒരുപക്ഷേ നിങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ ആ അവസരം മുതലെടുത്ത് നിങ്ങളുടെ ആദർശം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നായിരുന്നു. പക്ഷേ മൗലവി വിഭാഗത്തിന് വാദപ്രതിവാദത്തിന്റെ സദസ്സുകളിലേക്ക് വരാനെങ്കിലും കഴിഞ്ഞിരുന്നുവെങ്കിൽ അതിനുള്ള ധൈര്യം പോലും മടവൂർ വിഭാഗത്തിനില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി ഇതാ ഈ ബത്തേരിയിൽ നിറഞ്ഞു നിൽക്കുന്ന സദസ്സും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇന്റർനെറ്റിലൂടെ ഈ പരിപാടി ദർശിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങളും ഇവിടെ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം സമുദായത്തെ സാക്ഷി നിർത്തിയിട്ട്, ഈ ഒഴിഞ്ഞ കസേരകളെ സാക്ഷി നിർത്തിയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇല്ല മുജാഹിദുകളെ, തൗഹീദിന്റെയും ശിർക്കിന്റെയും പേര് പറഞ്ഞ് ഈ സമുദായത്തെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് ധാർമ്മികപരമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താക്കീതായി നിങ്ങളോട് പറയട്ടെ, എരിയും നിങ്ങളുടെ കാളമൂത്ര പ്രസംഗവുമായി
ബത്തേരിയിലും പരിസരത്തും നിങ്ങളെ കണ്ടുപോകരുത്. ഇത് താക്കീതാണ്. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇത്രയും നല്ല മാന്യമായ ഒരവസരം ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾക്കൊരുക്കി തന്നപ്പോൾ നിങ്ങൾക്കതിനൊന്ന് വന്നു നോക്കാൻ പോലും സാധിച്ചില്ല എങ്കിൽ ഇത് നിങ്ങളുടെ ആദർശ പാപ്പരത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രകൃതിദത്തമായ വയനാടിന്റെ പരിസരത്തിൽ, ഈ വയനാട്ടിന്റെ മണ്ണിൽ ഇനി വഹാബിസത്തിന് നിലനിൽപ്പില്ല. നിങ്ങളുടെ തൗഹീദുമായി, പൊട്ടിപ്പൊളിഞ്ഞ തൗഹീദെന്ന് നിങ്ങൾ പറയുന്ന എട്ടുകാരികളുമായി ഈ വയനാടിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇനി വഹാബിസത്തെ കണ്ടുപോകരുത് എന്ന് ഈ സമയത്ത് നിങ്ങൾ താക്കീതായി പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വെറുതെ പറഞ്ഞതല്ല. ഇത്രയും ആളുകൾ എവിടെയെല്ലാം ഇരുന്ന് ഈ പരിപാടി ദർശിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വ്യക്തമായി സത്യം മനസ്സിലാക്കാനുള്ള അതിശക്തമായ ആഗ്രഹം കാരണം, അതും വെറുതെയല്ല. ഇതാ വളരെ വ്യക്തമായി എഴുതിയൊപ്പിട്ട് ഒരു കടലാസിൽ രണ്ടുപേരും രണ്ട് സംഘടനകളുടെ പ്രതിനിധികൾ ഒത്തുചേർന്ന് ഒപ്പിട്ട് കടലാസ് അത് കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ട് വന്നില്ല എന്ന ചോദ്യം ഇൻഷാ അല്ലാഹ് ഈ കേരളത്തിന്റെ മണ്ണിൽ അല്ല, ലോകത്തിന്റെ നാനാഭാഗത്തും മടവൂർ വിഭാഗമേ, മുജാഹിദുകളെ, നിങ്ങളെ തേടിയെത്തുമെന്ന് ഞങ്ങൾ ഈ സമയത്ത് താക്കീതായി ഓർമ്മപ്പെടുത്തുകയാണ്. ഔദ്യോഗിക വിഭാഗമായി തന്നെ ആദ്യം തന്നെ കൈ കഴുകിയിട്ടുണ്ട്. ദാ ഇന്നലത്തെ ചന്ദ്രിക ദിനപത്രം നിങ്ങൾ കണ്ടോ? അവർക്കറിയാം എന്തായാലും മടവൂരികൾ മുങ്ങും. കാരണം കൂടെ കിടന്നോൽക്കല്ലേ രാപ്പനി അറിയാം. അതുകൊണ്ട് തന്നെ അവര് നേരത്തെ ഒഴിവായി. ഇന്നലത്തെ ചന്ദ്രിക സിറാജിലല്ലോ, ചന്ദ്രികയിൽ തന്നെ ഉള്ളത് എന്താ കണ്ടോ? ഒരു വാർത്ത, സംവാദം മുജാഹിദുമായി ബന്ധമില്ല. പിന്നെ ഇനി ആർക്കാ ബന്ധമുള്ളത് എന്നല്ലാഹുവാലും. എന്നിട്ട് പറയുന്നത് സുൽത്താൻ ബത്തേരി, നാളെ ബത്തേരിയിൽ നടക്കുന്ന സുന്നി മുജാഹിദ് ആശയ സംവാദം. അവൻ നടക്കുന്ന പോലും വിശ്വസിച്ചു എന്നാ തോന്നുന്നത്. എന്നിട്ട് പറയുന്നത് ഈ സംവാദവുമായി മുജാഹിദ് സംഘടനകൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് KNM മണ്ഡലം കമ്മിറ്റി PV സിദ്ദീഖ് അറിയിച്ചു. അത് നമ്മൾ ഔദ്യോഗിക വിഭാഗത്തിന്റെ വകയിലാണ്. അപ്പൊ അവരാരും തന്നെ ഒഴിവായി. ഈ ടീമിനെ പറ്റില്ല എന്ന് അവർക്കും അറിയാം. ഏതായാലും അങ്ങനെ ഈ വ്യവസ്ഥയ്ക്ക് എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ സംവാദത്തിന് വന്നാൽ എന്താ സംഭവിക്കാൻ നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ടാ വരാത്തത്. അവിടെ നിന്ന് എന്താ കൊണ്ടോട്ടിന്ന് എഴുതുമെന്ന് അറിയോ? ഒക്കെ സ്ക്രീന് കൂടി ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തന്നിരുന്നു. നേരത്തെ മമ്മൂട്ടി മുസ്ലിയാർ പറയാണ്, ഞങ്ങള് നിങ്ങളുടെ ക്ലിപ്പുകളിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. ഞങ്ങളെയാണോ നിങ്ങൾ ഭയപ്പെടുത്തുന്നത്? ഓർത്തു വെച്ചോ, ഞങ്ങൾ താജുലുലമയുടെയും കാന്തപുരത്തിന്റെയും മക്കളാണെന്ന് മറന്നുപോകണ്ട. ഇത് ഞങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. ക്ലിപ്പ് ലോകവുമായി കളിച്ചാൽ മമ്മൂട്ടി മുസ്ലിയാരെ, നിങ്ങളെ ഇരുത്തേണ്ടിടത്തിരുത്താൻ ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർ തന്നെ ധാരാളമാണ് എന്ന് മനസ്സിലാക്കണം. എന്താ സംഭവിച്ചത്? കൊണ്ടോട്ടിയില് നമ്മുടെ സുഹൃത്ത് റഫീഖ് എന്ന് പറയുന്ന മരുന്ന് കച്ചവടക്കാരനായ സുഹൃത്ത് വാദപ്രതിവാദത്തിന് വന്നു. ഒരു ഭാഗത്ത് സലാം സുല്ലമി. അപ്പോ മഹാനായ ഇബ്നു ഹജറുൽ ഹൈത്തമിയുടെ ഫത്ഹുൽ ബാരിയുടെ പേരിൽ ഈ മൗലവി സലാം സുല്ലമിയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ അസീസ് മദനി ഒരു ഇബാറത്ത് വായിച്ചത് ഇബ്നു ഹജറിന്റെ ഇബാറത്തല്ല, താഴെ ഇബ്നു ബാസ് എഴുതിക്കൊടുത്ത കുറിപ്പാണ്. ഇബ്നു ബാസ് എന്ന് പറഞ്ഞവരുടെ നേതാവ്. എന്നിട്ട് അയാൾ പറഞ്ഞു, കണ്ടോ ഇബ്നു ഹജർ ഇതാ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു എന്ന് പറഞ്ഞ് ഇബാറത്ത് വായിച്ചു. ഇയാൾ മനസ്സിലാക്കിയത് എന്താ? അപ്പുറത്ത് നമ്മളെ കുട്ടികളാണല്ലോ, ഒരു ഫത്ഹുൽ ബാരി ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് SSFന്റെ കുട്ടികളല്ലേ, കാണാതിരിക്കുമോ? അവർ പറഞ്ഞു, മൗലവി നടക്കൂല, ആ ഫത്ഹുൽ ബാരി കട്ടുവെച്ച് ഞങ്ങളെ മുമ്പിൽ നുണ പറയുകയാണോ? ഈ ചെറിയ കുട്ടികൾക്ക് മുമ്പിൽ താടി നരച്ചങ്ങൾ എന്തിനാണ് ഈ കളവ് പറയുന്നത്? അത് ഇബ്നു ഹജർ പറഞ്ഞതല്ല, നിങ്ങളെ നേതാവ് എഴുതി കൊടുത്തതാണ്. അതുകൊണ്ട് ഈ കളവ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ടങ്ങ് ചെന്ന് മൗലവിയാകെ വട്ടം കറങ്ങുന്ന രംഗമാണ് ആ സംവാദങ്ങളിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ നമ്മൾ ചോദിച്ചു, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് വല്ല ആയത്തുണ്ടോ? സുല്ലമി പറഞ്ഞു, ഉണ്ട്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞ ആയത്താണത്രേ പെണ്ണ് പള്ളിയിൽ പോകുന്നതിലും. പിന്നെ എങ്ങനെ സംവാദത്തിന് വരിക? കഴിയില്ല, നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. എന്നിട്ടോ ആലുവ സംവാദം നടന്നപ്പോഴാ സുല്ലമി എഴുതി,
സുലമിയുടെ സ്വഭാവമാണ്. 12ഓളം ലക്കങ്ങളിൽ ആലുവ സംവാദത്തിൽ കായക്കൊടിയുടെ വിഡ്ഢിത്തങ്ങൾ അബ്ദുസ്സലാം സുലമി എഴുതിയിട്ടുണ്ട്. അത് നല്ല തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടും കണക്കാണ്. അവിടെയാണ് പ്രശ്നമുള്ളത്. ഒഫീഹി ഇല്ലത്താനി എന്ന് കട്ടുവായിച്ചപ്പോ സലാം സുല്ലമി പറഞ്ഞു, എന്റെ ശിഷ്യന്മാരെ നിങ്ങൾ എന്നെപ്പോലും നാണം കെടുത്തിയല്ലോ. അപ്പുറത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞതാ. കാരണം 12 വരി കട്ടിട്ട് ഒഫീഹി ഇല്ലത്താനി എന്നത് മറ്റൊരു ഹദീസിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കട്ടുവായിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ച സാക്ഷാൽ സുല്ലമി. ഇയാൾ പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനമല്ല ഈ സംവാദം നടത്തിയത്. എന്നാൽ അത്ര ആദർശ ബോധമുള്ള ഒരാളാണെങ്കിൽ അത് നല്ല ഒരു അവസരമുണ്ടായിട്ട് തെളിയിക്കണ്ടേ? നിങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം എന്താ? നിങ്ങൾക്കും അറിയാം, ഫത്വകൾ ആ രൂപത്തിലാണ്. സുല്ലമിയല്ലേ, വലിയ മുഫ്തിയാണല്ലോ. ഒരു അന്യപുരുഷന്റെ കൂടെ അന്യ സ്ത്രീ ബൈക്കിൽ യാത്ര ചെയ്യാൻ എന്ത് ചെയ്യണം? നല്ല ഫത്വയാണ്. വാദപ്രതിവാദത്തിന് വന്നാൽ മതി. നിങ്ങളൊക്കെ ഒന്ന് ബൈക്കിൽ ഞങ്ങൾ കയറ്റിയിട്ട് അയച്ചു തരും കേട്ടോ. വാദപ്രതിവാദത്തിന് വന്നാൽ പലതും കേൾക്കേണ്ടി വരും, നിങ്ങൾക്കറിയാം. കാരണം ആ രൂപത്തിലാ എഴുത്ത് പുടവ സുല്ലമി എഴുതിയതാ. മടവൂർ വിഭാഗത്തിന്റെ നേതാവ് സുല്ലമി ഇതിൽ ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം? എന്താണ് ചെയ്യേണ്ടത്? ഒരു പെണ്ണ്, ഒരു അന്യ പെണ്ണ് അന്യ പുരുഷന്റെ കൂടെ സ്വന്തം ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റും? ഭാര്യ ഭർത്താവിന്റെ ഒപ്പം പോവല്ല, വേറൊരു അന്യ പുരുഷൻ. സുല്ലമി പറഞ്ഞ എന്താണെന്നറിയോ? ഒരു കുഴപ്പവുമില്ല, 24 മണിക്കൂർ കൊണ്ട് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. പിന്നെങ്ങനെ സംവാദത്തിന് വരിക? പിന്നെങ്ങനെ സംവാദത്തിന് വരിക? അതാ പുതിയ ഫത്വ. ഒരാള് ശബാബിലേക്ക് ചോദിച്ചു, അല്ല ഗാന്ധിജി സ്വർഗത്തിലാണോ? അതിനെന്താ മറുപടി എന്നറിയോ? തള്ളിക്കളയാൻ കഴിയില്ല, സാധ്യത. അപ്പൊ ഗാന്ധിജിയും സ്വർഗത്തിലാണ് എളുപ്പത്തെ അദ്ദേഹം. അപ്പൊ നമ്മളെല്ലാരും കാഫിറും നരകത്തിലും, ഗാന്ധിജി സ്വർഗത്തിൽ. ഗാന്ധിജി മഹാനായ മനുഷ്യനാണ്. പക്ഷെ ചോദ്യം സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നാണ്. അപ്പൊ പുതിയ ഫത്വകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ബാങ്ക് കൊടുത്താൽ എന്ത് ചെയ്യണം? പാത്രത്തിലുള്ളത് തീരുന്നത് വരെ തിന്നാവുന്നതാണ്. സുല്ലമിയുടെ ഫത്വയാണ് ഇതൊക്കെ. ഇതൊക്കെ വന്നിട്ട് സംവാദത്തിന് വന്നാൽ നമ്മളെ ഇടയ്ക്ക് കൊടുക്കൂലേ ഓരോന്നും? ഓരോ സന്ദർഭത്തിലും ഓരോന്ന് കൊടുക്കും. അത് ഇയാൾക്ക് നല്ല ബോധ്യമുണ്ട്. അതന്നെ ആ അവസരമായി ഞങ്ങൾ കാത്തിരുന്നത്. പക്ഷേ വരാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? ലൈംഗികാവയവങ്ങൾ സ്പർശിക്കാതെ അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല എന്നാ സുല്ലമിയുടെ ഫത്വ. ഇയാൾ അളന്നിട്ടാ കുളിക്കൽ. ഇസ്ലാമിന്റെ പേരിലാണ് ഈ തോന്നിവാസം. അവിടെയാണ് നിങ്ങൾക്ക് സങ്കടം. ഈ അടുത്തൊരാൾ ചോദിച്ചു സുല്ലമിയോട്, അല്ല സുല്ലമി, നിസ്കാരത്തിൽ പാമ്പിനെ കണ്ടാൽ എന്താ ചെയ്യേണ്ടി? നിസ്കാരത്തിൽ പാമ്പിനെ കണ്ടു ചിലപ്പോൾ ജിന്ന് പാമ്പിന്റെ കോലത്തിൽ വരുമല്ലോ, അപ്പുറത്ത് ജിന്നാണോ ഉള്ളത്. അപ്പൊ സുല്ലമിന്റെ ഫത്വ എന്താ? നിസ്കരിച്ചുകൊണ്ടിരിക്കെ വടിയെടുത്ത് പാമ്പിനെ അടിച്ചു കൊന്ന് നിസ്കാരം തുടരാവുന്നതാണ്. നിസ്കാരം മുറിക്കണ്ട. നല്ല നിസ്കാര. നിങ്ങളൊക്കെ ഒന്ന് സംവാദത്തിന് വരണം എന്നാ ഞങ്ങൾ ആഗ്രഹം. അതിനാ ഞങ്ങൾ ഇന്നലെ തന്നെ പുറപ്പെട്ടത്. നിങ്ങൾ നേരം വൈകിയാലും ഞങ്ങൾ വൈകണ്ടെന്ന് കരുതിയിട്ട്. പക്ഷേ വരാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? ആദർശപരമായി യാതൊരുവിധ ഒരു ബന്ധവും നിങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിനോടില്ല എന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവല്ലേ ഇത്? ഞങ്ങൾ കിതാബ് എടുത്ത് ബർക്കത്ത് സഖാഫത്ത് സുന്നിയയിൽ നിന്നും ഇഹ്യാ ഉസ്സുന്നയിൽ നിന്നൊക്കെ വളരെ ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് വന്നിട്ട് വെറുതെയല്ല, നിങ്ങൾ ഒപ്പിട്ട കടലാസ് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. മമ്മൂട്ടി മുസ്ലിയാരെ, നിങ്ങൾ എഴുതിയ ഒരു വ്യവസ്ഥയിൽ മമ്മൂട്ടി മുസ്ലിയാരെന്ന് പറഞ്ഞ്, മുസ്ലിയാരാണോ അല്ലേ എന്ന് വേറെ കാര്യം, കരിമ്പിലാക്കൽ പറഞ്ഞതുപോലെ ചിന്തിക്കേണ്ടതാണ്. മുസ്ലിയാർ എന്ന് പറഞ്ഞാല് ബസ് കണ്ടക്ടർമാർ മുസ്ലിയാർമാരാവും, അങ്ങനെ ഉണ്ടാവും. മുസ്ലിയാരി എന്ന് പറഞ്ഞാൽ ആരാ? അത് ബസ് കണ്ടക്ടർക്ക് പറയുന്ന പേരാ? അല്ലല്ലോ. അപ്പൊ ജോലിയെടുക്കുന്നത് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കണ്ടക്ടറുടെ പണിയെടുക്കണം. ആലിമീങ്ങളുണ്ടവരെ അവര് ദീൻ പറയട്ടെ, അതാണ് വേണ്ടത് കേട്ടോ. കൽപ്പണിയെടുക്കുന്നവരും കോറയിൽ പണിയെടുക്കുന്നവരും ഹോട്ടൽ ജീവനക്കാരും ഒക്കെ വേണം. പക്ഷെ അവർ ദീൻ പറയാൻ വരരുത്. ദീൻ പറയാൻ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുലുലമയുണ്ട്. മഹാനായ താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും നേതൃത്വത്തിൽ ഒരു വലിയ പണ്ഡിത വ്യൂഹം ഈ ലോകത്തെ തന്നെ നയിക്കാൻ ഇവിടെയുണ്ട്. ബസ് കണ്ടക്ടർമാരുടെ ആവശ്യം ദീനുൽ ഇസ്ലാമിന് ഈ ദീനീ രംഗത്തില്ല. അവരവരെ പണിയെടുത്താൽ മതി, അള്ളാഹുവിന്റെ ദീനിൽ കൈകടത്തരുത്. അതിന്റെ താക്കീതാണിത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറയുന്നത് ഇത് അവസാനമാണെന്നല്ല, ഇത് തുടക്കമാണ്.
ഇൻഷാ അല്ലാഹ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ ഖിയാമത്ത് നാളുമാണ്. തീർച്ചയാണ്, അതിൽ തർക്കമില്ല. ഇനി എല്ലാവരും ഈ വിഭാഗത്തോട് ശക്തമായി ചോദിച്ചുകൊണ്ടേയിരിക്കും, എന്തേ മൗലവിമാരെ നിങ്ങൾക്ക് പറ്റിപ്പോയത്? ഒരു നല്ല ചാൻസ് ഇവിടെ വന്നിട്ട് എന്ത് വ്യവസ്ഥയൊക്കെ എഴുതിയിട്ട് പിന്നെയൊരു വ്യവസ്ഥ വേണമല്ലോ. അതെന്ത് വ്യവസ്ഥയാണത്? വ്യവസ്ഥ എഴുതി റെഡിയായി ഞങ്ങൾ ഡേറ്റും ഫിക്സ് ചെയ്ത് എല്ലാവരും നിങ്ങളുടെ ഡേറ്റ് നിന്ന് തന്നതാ. ഇന്നുള്ള പ്രസംഗവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് മുജാഹിദിന്റെ മൗലവിമാര് വാദപ്രതിവാദത്തിന് വരാന്ന് ബഹുമാനപ്പെട്ട കേസ് വിളിച്ചപ്പോ എല്ലാ പരിപാടിയും ഞങ്ങൾ റദ്ദ് ചെയ്ത് വന്നു നോക്കുമ്പോ അവരില്ല. ഇതല്ലേ നേരത്തെ പറഞ്ഞ വഞ്ചന? ആദർശം നിങ്ങളെ കയ്യിലില്ല എന്നതിന്റെ തെളിവല്ലേ സഹോദരന്മാരെ അത്? ഇൻഷാ അല്ലാഹ് അടുത്ത ജനുവരി 16-ാം തീയതി ഔദ്യോഗിക വിഭാഗവുമായി തലശ്ശേരിയിൽ വാദപ്രതിവാദം നടക്കുന്നു. വരുമല്ലേ അല്ലാഹു ആലം. ഇതാണ് സംഭവം. വന്നാലായി. പക്ഷേ ഇവരെക്കാൾ കുറച്ചുകൂടി മാന്യരാണ് ഔദ്യോഗികമാണെന്ന് തോന്നുന്നു. കാരണം അവർ വരാറുണ്ട്, തോറ്റാലും വരാറുണ്ടല്ലോ. ഇതതുമില്ല. അല്ലെങ്കിൽ ഇതൊരു ബോധമുള്ള മനുഷ്യൻ ചെയ്യാൻ പറ്റൂ? ഒരു ഉത്തരവാദിത്വം വേണ്ടേ? ഒരാൾ കല്യാണത്തിന് ക്ഷണിച്ച് എല്ലാരും വിളിച്ചു. കല്യാണത്തിന് ദിവസം വീട്ടിൽ ചെന്ന് നോക്കുമ്പോ അയാളില്ല, ആരുമില്ല അവിടെ. ഇതിനേക്കാൾ വലിയ വഞ്ചന ലോകത്തുണ്ടോ? നിങ്ങളെ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ പറയും മമ്മൂട്ടി മുസ്ലിയാരെ, നിങ്ങളെ ഒപ്പല്ലേ ഇത്? മമ്മൂട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ? നിങ്ങൾ ഇവിടത്തെ മടവൂർ വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റല്ലേ? ജില്ലാ പ്രസിഡന്റാ മുപ്പരി, ചില്ലറാളല്ല. ജില്ലാ പ്രസിഡന്റിന് എങ്ങനെയാണ് ഈ ബാക്കിയുള്ള കാര്യം പറയണോ? നിങ്ങൾ KSRTCന്റെ പ്രസിഡന്റ് ആവാനേ പറ്റൂ. ദീനിൽ നിങ്ങൾ വേണ്ട, മുജാഹിദൈക്കോ. ഞാൻ പറയുന്നു, ഇനി ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും വരാം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി നമുക്ക് ഒത്തുചേർന്ന് വേറെ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് എന്ത് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ വാ, ഞങ്ങൾ റെഡി. അതല്ലേ, ഞങ്ങൾ ഏത് സമയത്തും റെഡി. നിങ്ങൾ പറയുന്ന ഡേറ്റ് അറിയിച്ചാൽ മതി. ഞങ്ങളുടെ കയ്യിൽ വേറൊരു കാര്യം. കാരണം എന്താ? ഞങ്ങൾ പഠിച്ചത് ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് അത് സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. അതാരുടെ മുമ്പിലും തെളിയിക്കാൻ അൽഹംദുലില്ലാഹ് അല്ലാഹു ഞങ്ങൾക്ക് ഊർജവും ആഫിയത്തും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് പറ്റുന്ന ഡേറ്റ് നിങ്ങൾ അറിയിച്ചാൽ ഏത് സെക്കൻഡിലും ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ ആക്രമണം അയച്ചൂടെ? അത് ഞങ്ങളെ പണിയല്ലാതെ നിങ്ങളുടെ പണിയാണ്. നിങ്ങളുടെ പണിയാണ്. ഓർമ്മയില്ലേ മമ്മൂട്ടി മുസ്ലിയാരെ? AP അബ്ദുൽ ഖാദിർ മൗലവി, അയാള് പ്രസിഡന്റ് സ്ഥാനവും സെക്രട്ടറി സ്ഥാനവും തട്ടിയെടുക്കാൻ വേണ്ടി വിദേശ മദ്യക്കുപ്പികളുമായി ആക്രമണം നടത്തിയ കഥകൾ നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾ ക്ലിപ്പിട്ട് തോൽപ്പിക്കുക. നിങ്ങളെ കഥ അന്നുകൂടെ കഴിയും ആദർശ രംഗത്ത്. അതൊന്നും ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നമുക്ക് സദസ്സിന് അവസരം കൊടുക്കണം. അപ്പൊ ഞങ്ങൾ തീർത്ത് പറയാണ്. കാരണം എന്താ? ഇനി ഔദ്യോഗിക വിഭാഗത്തിനൊരു തോന്നലുണ്ടോ, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ മുജാഹിദായിട്ട്, ഞങ്ങൾ വന്ന് ചോദിക്കും, ഞങ്ങൾക്കൊക്കെ കണക്കാണ്. അങ്ങനെ ആരും മേനിയടക്കി നടിക്കണ്ട. വന്നോ, ചോദിച്ചോ, ഞങ്ങൾ മറുപടി പറയും. ഔദ്യോഗിക വിഭാഗത്തിനൊരു തോന്നല്, ഞങ്ങൾക്ക് സംവാദം നടത്താൻ കഴിയും, നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ എന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇനി ഈ വയനാട്ടിലൊരു സംവാദം നടത്താനുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്, തയ്യാറായിക്കോ. ഇതുപോലെ വഞ്ചിക്കരുത്. ഈ സമുദായത്തിന്റെ വെറുതെ സമയവും കാശുമൊക്കെ വെറുതെ നഷ്ടപ്പെടുത്തരുത്. അല്ലെങ്കിൽ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥം വേണം. ആളുകൾ പഠിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ലോകം ഇത് വീക്ഷിക്കുന്നുണ്ട് എന്ന് മുജാഹിദുകൾ മറന്നു പോവാൻ പാടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കാം. കൂടുതൽ സമയം ഇല്ല, വളരെ കുറഞ്ഞ സമയം. പ്രസക്തമായ കാര്യങ്ങൾ. ആ മൈക്ക് ഒന്ന് അങ്ങോട്ട് വെച്ച് നോക്കാം സദസ്സിലേക്ക്. ഓപ്പറേറ്റർ ഒന്ന് ശ്രദ്ധിക്കും. ഇൻഷാ അല്ലാഹ് KSS തന്റെ പ്രസംഗം വരും. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട വെള്ളയൂർ സക്കാഫിയൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മർക്കസിൽ ദർസ് നടത്തുന്ന ഉസ്താദാണ്. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ആ ദർസൊക്കെ തൽക്കാലം നിർത്തിയിട്ട് മുജാഹിദിനേറ്റ് സംവദിക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ ഇവരിങ്ങനെ വഞ്ചകന്മാരാണ് എന്ന് ഒന്നുകൂടി മനസ്സിലാവാണ്. അൽഹംദുലില്ലാഹ്. ദജ്ജാലു എന്നുള്ള പറഞ്ഞതിന്റെ അർത്ഥം അതായിരിക്കും അല്ലേ? ദജ്ജാലു എന്ന് പറഞ്ഞാൽ എന്താ? വഞ്ചകന്മാര് അല്ലേ സാറേ? അപ്പോ ഈ രൂപത്തിൽ നമ്മളെ എല്ലാ രംഗത്തും വഞ്ചിക്കുക. മൈക്ക് റെഡിയായല്ലോ?
അല്ലെ? അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഏതായാലും ഒരു കാര്യം കൂടി അവസാനം പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രണ്ടാളുകൾ എന്തായാലും ഇവിടെ വരും. രണ്ട് സാധനങ്ങൾ. ഒന്നാരാ? മുജാഹിദുകളുടെയൊക്കെ വലിയ നേതാവാൻ പറ്റുന്ന ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി എന്തായാലും വരും. തീർച്ചയാണ് ദജ്ജാൽ വരുമ്പോ സുന്നി വിഭാഗം ദജ്ജാലിനോടും വേണമെങ്കിൽ വാദപ്രതിവാദം നടത്തും. മുങ്ങോന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ തന്നെയാണ്. കാരണം എന്താ? ദജ്ജാൽ വന്നിട്ട് ഞാൻ അല്ലാഹു ആണ് എന്ന് പറയും, ഞാനാണ് ദൈവം. എന്താ തെളിവ്? ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും. മുജാഹിദിന്റെ വാദം എന്താ? മരിച്ചവരെ ജീവിപ്പിക്കാൻ ദൈവത്തിനെ കഴിയൂന്ന. അപ്പൊ വരും, ശരിയാട്ടോ, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് കാണുന്നുണ്ട്, ദൈവം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ മാലയിട്ട് സ്വീകരിക്കുമ്പോ ഞങ്ങൾ വരും. കയ്യിൽ മുഹിയുദ്ദീൻമാരെ ഉണ്ടാകും. ഞങ്ങൾ പറയും, നീ ദൈവമല്ല. അതിന്റെ തെളിവ് മുഹിയുദ്ദീൻമാരെ തന്നെ. എന്താണ്? ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്.